guys, welcome back to our YouTube channel. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആയിട്ട് ചെയ്തത് എനിക്ക് ഡാസ്ലർ അയച്ചു തന്നിട്ടുള്ളത് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് അവർ ഫ്രീ ആയിട്ട് നമുക്ക് അയച്ചു തരുന്നതാണ്. അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അയച്ചു തരുന്നതാണ്. ഇപ്പം നിങ്ങൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത്. ആക്ച്വലി ഒരുപാട് പേർക്ക് ഡാസ്ലർ ഇതുപോലെ പ്രൊഡക്റ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാനും ഇതുപോലെ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൽ ത്രൂ ആണ് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കുകളാണ് കേട്ടോ. അവരിൽ ഒരുപാട് ലിപ്സ്റ്റിക്കുകൾ ഉണ്ട്. അപ്പോൾ അതിൽ 4 ഷെയ്ഡാണ് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കും കിട്ടുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ പറയുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ സെപ്പറേറ്റ് വീഡിയോയിൽ തന്നെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ലിപ്സ്റ്റിക് ഷെയ്ഡ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അവരുടെ 25 ഷെയ്ഡായിട്ടുള്ള ഹേസൽനട്ട് അങ്ങനത്തെ 3-4 ഷെയ്ഡുകളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ബ്രൗൺ കളർ അങ്ങനത്തെ ഒരു ഷെയ്ഡുകളാണ് കൂടുതലായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 5-6 ഡേയ്സിനുള്ളിലാണ് നമുക്കിത് കൊറിയർ വഴി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം കേട്ടോ. നല്ലൊരു പാക്കേജിങ്ങിലാണ് കേട്ടോ നമുക്ക് തന്നിരുന്നത്. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഇതാ ഈ ഒരു സംഭവം ഇതിങ്ങനെ പൊട്ടിക്കാൻ, ഇത് പൊട്ടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സംഭവം അല്ലേ. എന്നേക്കാൾ ഇഷ്ടമുള്ള ആൾ ഇവിടെ വേറെ ഉണ്ട്. ഏബിൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടിക്കാനായിട്ട്. അപ്പോൾ അവന് കാണിച്ചു കൊടുത്തിട്ടില്ല, പിന്നെ കാണിക്കാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഡാസ്ലറിന്റെ കുറച്ച് ഇത് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. നമ്മൾ ഇവരുടെ പ്രൊഡക്ട്സ് മേടിക്കുകയാണെങ്കിൽ 50% ഓഫ് കിട്ടാനായിട്ട് ഒരു കോഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 50% ഓഫ് കിട്ടും. പിന്നെ ഇപ്പുറത്ത് താങ്ക് യു ഫോർ ചൂസിങ് ഡാസ്ലർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാർഡ് ആണ് അത്. പിന്നെയാണ് നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ വന്നിട്ടുള്ളത്. 4 ഷെയ്ഡുകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ 25 എന്ന് പറഞ്ഞിട്ടുള്ള 25 ഹേസൽനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. പക്ഷേ എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവും എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഷെയ്ഡ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാക്കേജിങ് ആണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ളൊരു പാക്കേജിങ്ങിലാണ് ഇത് വന്നേക്കുന്നത്. 200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത്. നമുക്ക് ഓഫറിൽ ഈ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ വഴി മേടിക്കുകയാണെങ്കിൽ 150 രൂപ അതിലും കുറവിലൊക്കെ കിട്ടാറുണ്ട്. ഓഫറിനകത്ത് ഇത് കിട്ടാറുണ്ട് കേട്ടോ. ഓൾ ഡേ ലിപ് കളർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് 26, ഇത് 25 ആണ്, ഇത് 26 ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. അടുത്തത് 30 ആണ് കേട്ടോ. ഡീപ് ബർഗാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. കണ്ടിട്ട് നല്ലൊരു ഷെയ്ഡായിട്ട് തോന്നുന്നുണ്ട്. ഞാനത് സ്വാച്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. അടുത്തത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് ചേരുന്നില്ല തോന്നുന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് 35 ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. പിന്നെ ഇതിനകത്തൊരു ഐലൈനറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടർ പ്രൂഫ് ഐലൈനർ ആണ്. ഇതിനും റേറ്റ് 200 ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും ഓഫറിൽ കിട്ടുമായിരിക്കും. എന്തായാലും ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വാട്ടർ പ്രൂഫ് ഐലൈനർ നമുക്ക് ഫ്രീ ആയിട്ട് കൂടെ അവർ തന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഓരോ ലിപ്സ്റ്റിക് ഷെയ്ഡുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടോൺ ചേരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സ്കിൻ ടോൺ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തിരിക്കുന്ന ഒരു ഹേസൽനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, നമ്പർ 25. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് പേര് റിവ്യൂ പറഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനും ഈ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. ഇതിൻ്റെ അപ്ലിക്കേറ്ററൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോണിക്കിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെ കേട്ടോ എനിക്ക് തോന്നിയത്. ടോണിക് എന്നൊക്കെ പറഞ്ഞാൽ ഈ കുട്ടികളുടെ മരുന്നൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ആ ഒരു സിറപ്പിൻ്റെയൊക്കെ ഒരു മണമാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഭയങ്കര ഹാർഷായിട്ടുള്ള സ്മെല്ലല്ല, നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. എന്നാലും കൂടിയും ആ ഒരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിന് വരുന്നത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. ഇത് എനിക്ക് എന്തായാലും നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതൊരു ന്യൂഡ് കളർ എന്ന് പറയുന്നില്ല, ഒരു ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ. അങ്ങനത്തെ ഒരു കളറാണ്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് ചേരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റിൽ പറയട്ടോ. എല്ലാതും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏതാണ് കൂടുതൽ സ്യൂട്ടായിട്ടുള്ളതെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്പർ 25 ആണ്, അടിപൊളിയാണ് കേട്ടോ. അടുത്തത് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്പർ
30 ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. ഇതും നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. ഒരുപാട് പേര് ഇതിനും റിവ്യൂ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇത് സെലക്ട് ചെയ്ത് കൊടുത്തത് കേട്ടോ. പക്ഷേ ഇത് നല്ല നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരുവിധം എല്ലാവർക്കും എല്ലാ സ്കിൻ ടോണിനും മാച്ചായിട്ട് പോകുന്നതാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്യുമ്പോഴും ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു മറ്റേതിന് മാത്രമേ ആ സ്മെല്ല് ഉണ്ടാവുള്ളൂ, ഇതിന് വേറെ ആയിരിക്കും എന്ന് വിചാരിച്ച് നോക്കിയതാണ്. എല്ലാത്തിനും ഒരേ സ്മെല്ല് തന്നെയാണ് കേട്ടോ വരുന്നത്. ആ ഒരു ടോണിക്കിൻ്റെ സ്മെല്ല് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മുടെ മുഖത്തിന് എന്താ പറയുക ഒരു പ്രത്യേക ഒരു ബ്രൈറ്റ്നസ് തരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടോ. മറ്റത് 25 ആണെങ്കിൽ കുറച്ച് ഡാർക്ക് കളറാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ ഡാർക്ക് വൈൻ അങ്ങനത്തെ ഒക്കെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിനൊരു എന്താ പറയുക ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് തരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. എന്തായാലും നമ്പർ 30 ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടുത്ത ഷെയ്ഡ് വരുന്നത് നമ്പർ 26 ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചത് 25 ഹേസൽനട്ട്, ഇത് 26 ആണ് കേട്ടോ. ഇതും നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കിത് സ്യൂട്ട് ആവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കിത് വാഷ് ഔട്ടായിട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളർ, ഒരു ലൈറ്റ് പിങ്ക് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ലിപ്സ്റ്റിക്കുകളൊക്കെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് 200 രൂപയുള്ളൂ. ആ ഒരു റേറ്റിൽ ഇത് എക്സ്ട്രാ വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട വഴിക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ചങ്ങ് കാണുന്നുണ്ട്. അല്ല അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങ് കാണുന്നില്ല കേട്ടോ. അപ്പം എനിക്ക് എന്തായാലും ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നമുക്ക് എവരിഡേ ഉപയോഗിക്കാൻ പറ്റിയൊരു ലിപ്സ്റ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അടുത്ത് എടുക്കുന്നത് നമ്പർ 35 ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് കോഫിയുടെ ഒക്കെ കളറില്ലേ, അതായത് ചോക്ലേറ്റിൻ്റെ ഒക്കെ കളറില്ലേ, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. എനിക്കിത് നമ്പർ 35 ആണ് ഷെയ്ഡ് വരുന്നത്. ഇത് എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഇത് ഭയങ്കര ഡാർക്ക് കളറാണ്. ഇപ്പോൾ നമ്പർ 25 ഹേസൽനട്ടിനേക്കാളും ഭയങ്കര ഡാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും പക്ഷെ ഭയങ്കര ഡാർക്കായിട്ട് തോന്നുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല കളറുള്ളവർക്ക്, നല്ല ഫെയർ ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ചേരുന്നുണ്ടായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ എന്താ ഞാൻ 4 ലിപ്സ്റ്റിക് ഷെയ്ഡുകളും ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാതും നല്ല ഷെയ്ഡുകൾ തന്നെയാണ്. ഈ ഒരു റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എവരിഡേ ഈ ഒരു ഡെയിലി യൂസിന് ഈ ഒരു ലിപ്സ്റ്റിക്കുകളൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് അത്യാവശ്യം പുറത്ത് പോകുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെയാണ്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് ലിപ്പിന് പിഗ്മെന്റേഷൻ വരുന്നുണ്ട് എന്ന്. അതിനെക്കുറിച്ച് എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ചിലവർക്ക് മാത്രമേ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അറിയില്ല. അപ്പോൾ ഞാനിതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയില്ല അതങ്ങനെ ലിപ്പ് പിഗ്മെന്റഡ് ആവോ എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല ക്രീമി ടെക്സ്ചറാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മജ് പ്രൂഫ് ആണ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, മെയിൽ എങ്ങനെ അയക്കേണ്ടത് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.